ആ ഒരു സ്ത്രീയുടെ അടുത്ത് മാത്രമല്ല, അതൊരു ആക്ടറുടെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്തും അങ്ങനെ ചോദിക്കാൻ പാടാത്തൊരു കാര്യമാണ്. ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടപെടൽ എപ്പോഴെങ്കിലും അതിര് കടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിര് കടക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് അതിര് കിടക്കുകയാണ് സാധാരണ. സൈബർ അറ്റാക്ക് വരുന്നതിനകത്ത് നിന്ന് നമ്മൾക്ക് എന്ത് പറയാനാണ്? അതിപ്പോ സിനിമയെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. കുറച്ച് യൂത്ത് ആക്ടേഴ്സ് ഒക്കെ അമ്മയിലോട്ട് വരാനായിട്ട് മടിക്കുന്നുണ്ടെന്ന്. എനിക്കങ്ങനെ മടിയൊന്നുമില്ല, പക്ഷെ അതിനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ സിനിമയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണെന്ന് അറിയാം. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പുഷ്പക വിമാനത്തിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പൊ പുഷ്പക വിമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ മൂവി ആണെന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? ടീച്ചർ കണ്ടിട്ട് അങ്ങനെ തോന്നി. ടീച്ചർ കണ്ടു തോന്നില്ല, പേര് കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പേര് ഇപ്പൊ പുരാണമായിട്ടുള്ള എന്തെങ്കിലും കഥാപാത്രങ്ങളൊക്കെ ഒരു ക്യാമിയോ ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ്, മലയാളത്തിലെ പ്രമുഖ ആർട്ടിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറുമായി കണക്ട് ചെയ്യുന്ന ഒരു പേര് എന്ന രീതിയിലാണ് അങ്ങനെ ഒരു പേര് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതിന്റെ ആ ക്ലാരിറ്റി വരും, എന്തുകൊണ്ടാണ് അത് പേരിട്ടൊരു റീസൺ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെയും എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് വന്നതാണ് ഈ പുഷ്പവിമാനം നോക്കുമ്പോ തന്നെ തെലുങ്കിൽ ഒരു മൂവി കണ്ടിരുന്നു, 2021 റിലീസ് ആയത്. അപ്പൊ അതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനും ഇല്ല. അതുപോലെ കമൽഹാസൻ മൂവിയുടെയും ഇല്ല, ഒരു കണക്ഷൻ ഇല്ല. എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഈ ഒരു പേര്, ഈ ഒരു ക്യാമിയോ അത് വെച്ചിട്ട് മാത്രം? അല്ല, ഈ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആ ക്യാമിയോ. ആ ക്യാരക്ടറിന് ഈ സിനിമയുടെ കഥ മൊത്തം റൺ ചെയ്യുന്നത് അയാളിലൂടെയാണ്. അപ്പൊ ആ കഥയ്ക്ക് അത് അങ്ങനത്തെ ഒരു പേര് ആവശ്യമായിരുന്നു. അങ്ങനെ പല പേരുകൾ നോക്കിയപ്പോൾ ക്യാച്ചി ആയിട്ട് തോന്നിയ ഈ പേരാണ്. ഞാൻ സിനിമയുടെ അന്നത്തെ ഇവര് പറഞ്ഞപ്പോ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ പോയിരുന്നു. ഷൂട്ടിംഗ് പ്രോസസ് പണിയെടുത്തില്ല, കുഴപ്പമുണ്ടായില്ലെന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ മെയ് വഴക്കവും ഇതൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒന്നും മറന്നിട്ടില്ല. അതെ, ബാലുബ്രോ വന്നിട്ട് ലൊക്കേഷനിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ ബാലുബ്രോ വന്നോ, ഓടിക്കുന്നു രാവിലെ ഇട്ട് ഓടിക്കില്ല ഫുള്ള്. അതും ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല സിജിബ്രോ. പിന്നെ അതിനുവേണ്ടി ഇപ്പൊ ഇങ്ങനെ ജമ്പ് ഉണ്ടാവും, ഓട്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും പ്രതീക്ഷിച്ച് വന്നതാ. ഞാൻ പടം കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് രാത്രി വന്നേക്കാം. ഞാൻ അവിടെ പോയി, എന്റെ ഓൾറെഡി ഷൂട്ട് തുടങ്ങി, ഞാൻ റൂമിലുണ്ട്. അപ്പൊ ഇവൻ വൈകിട്ട് രാത്രി എത്തും പറഞ്ഞു. 11 മണി എത്തിയപ്പോ ഹെയർ കളർ ചെയ്യണം, ഹെയർ കളറിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ രാവിലെ വെളുപ്പിന് ഷൂട്ടും. അത് ഷൂട്ട് തന്നെ ഓടിക്കോ. ഇതിൽ കുറെ ഓടാനുണ്ടായിരുന്നു. കണ്ണൂർ ഞങ്ങൾ ഓടിയിടുന്ന് കണ്ടു ഞാൻ. ഞങ്ങളും ബാലുചേട്ടൻ ഇതുവരെ ചെയ്തതിൽ വെച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോൾ ആയിരിക്കും അല്ലേ ഇത്? ക്യാരക്ടർ എന്നല്ല, ഇപ്പൊ എനിക്ക് ഇതിനകത്ത് തന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത പരിപാടി ഇതിന്റെ ഒരു കഥ പറയുന്ന രീതിയാണ്. കാര്യം ഒരു 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 സംഭവം സംഭവിക്കുക, അപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് തന്നെ ഒരു മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോസസ്സാണ് മൊത്തത്തില്. അത് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് അത്ര വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കണം ഭയങ്കര ഒരു പ്രയാസമുള്ള പരിപാടിയാണ്. കാര്യം ഒരു സംഭവം തന്നെ ഇപ്പൊ നമ്മള് ആ സീൻ തന്നെ പിന്നെയും വേറെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി വേറെ രീതിയിലായിരിക്കും. അത് തന്നെ നമ്മൾ 3 തവണയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെയായിരുന്നു പടത്തിന്റെ ചാലഞ്ചും. അത് തന്നെയായിരുന്നു പടത്തിന്റെ ഒരു മിനിറ്റ് കൊണ്ട് ഓരോ ഫ്രെയിമിലും മാറ്റങ്ങൾ വരുമല്ലോ. പക്ഷെ മെയിൻ പശ്ചാത്തലം ചിലപ്പോൾ മാറുണ്ടാവില്ല. അല്ല, കുറെ സംഭവങ്ങള് അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുന്നത്. പക്ഷെ ആ സാധനം തന്നെ ഒരു മിനിറ്റ് മുമ്പ് എന്തായിരിക്കും സംഭവിച്ചേക്കണം, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കഥയാണ് കാണിക്കുന്നത്. ശരിക്കും ഈ സിനിമയുടെ ഈ പറയുന്ന കണ്ടിന്യൂഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ദിവസത്തെ കാര്യമാണ്. ഒരു ദിവസം രാവിലെ 7 മണി മുതൽ 11 മണി വരെയുള്ള ടൈം പീരീഡിലാണ് ഈ സംഭവം മൊത്തം നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആ റിപ്പീറ്റേഷൻ കാണിക്കുന്നതല്ല, ആ റീക്രിയേഷൻ കാണിക്കുന്നത് ആ പർട്ടിക്കുലർ ഒരു ദിവസത്തെ പരിപാടിയാണ്. പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് ഷിഫ്റ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ കൊണ്ട് കാണിക്കുന്ന സിനിമകൾ ഷൂട്ട് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ റിസ്ക് അല്ലേ? കാരണം ഇത് ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്യാല്ല, ഇത് 3 സിനിമ ഷൂട്ട് ചെയ്യുന്ന എഫേർട്ട് ഇടണം ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. കാരണം ഇവരൊരു സർവൈവലാണ്. ഇപ്പൊ ഈ സിനിമയിൽ നിങ്ങൾക്ക് കുറെ ആക്ഷൻ സീക്വൻസസും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സെറ്റിൽ വെച്ചിട്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആക്ഷൻ മൂവി ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, ഇതിലൊക്കെ ചെറുതായിട്ട് അങ്ങനെ അല്ല, ചെറിയ വീഴ്ചകളും പരിപാടി. സിജുവിന് ഒരു ഞാൻ പറഞ്ഞിടിപ്പിച്ചതാ ഒരെണ്ണം കൊടുത്തേക്കാൻ പറഞ്ഞിടിപ്പിച്ചതാ. മാസ്റ്റർ കിട്ടിയോ ശരിക്കും? ഒരു മൂക്കിനടി. പിന്നെ ഒരു നിങ്ങൾ ടീച്ചറിലെ കണ്ടുണ്ടാവില്ല, ഒരു റിങ്ങിന്റെ അകത്ത് കൂടി ജമ്പ് ചെയ്ത് പോകുന്നു, ടീച്ചറിൽ കണ്ടുണ്ടാവും. ആ സമയത്ത് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ട്
ഒറിജിനൽ ഇതായിരുന്നു, അതിന് കൈയൊക്കെ മുറിഞ്ഞ് കഷ്ടപ്പാടുണ്ടായിരുന്നു കുറച്ച്. ഞാൻ പിന്നെ ഈ പാക്കോറും ഇതൊന്നും എനിക്ക് ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഞാനെല്ലാം രക്ഷപ്പെട്ടു. പഠിച്ചവർക്കാണ് അപകടം പറ്റിയത്. പഠിക്കാതെ നൈസായിട്ട് സ്കൂട്ടി. അല്ല ബാലു എന്നോട് പറഞ്ഞില്ല ബ്രോ എന്നെ വെറുതെ ആവശ്യമില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്തിട്ടോ എന്ന് പറഞ്ഞോട് ഞാൻ വിട്ടത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ പഠിപ്പിച്ചാനേ. ഇപ്പോ സിച്ചേട്ടനാണെങ്കിലും ബാലുചേട്ടനാണെങ്കിലും നിങ്ങൾ എല്ലാവരും എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ്, പുറത്തിറങ്ങി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടപെടൽ എപ്പോഴെങ്കിലും അതിര് കടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിര് കിടക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് അതിര് കിടക്കുകയാണ് സാധാരണ. അല്ല, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ റീൽസിലായാലും ഇൻസ്റ്റയിലായാലും ഷോർട്സിലായാലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പുറകിന് നിങ്ങൾ ഓടുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ ആൾക്കാരെ കാണാനും നമുക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവണൊക്കെ അങ്ങനെ അത് നമുക്ക് നമ്മളെ ഫെമിലിയർ അല്ലെങ്കിൽ ഫെമിലിയറിറ്റി ഫേമസ് ആവാന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ നമ്മളെ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങി കഴിയുമ്പോ ഇത് കഷ്ടമാണെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ മോശമായിട്ടാണ് തോന്നുന്നത്. ആളുകളല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നിങ്ങളൊരു തിയേറ്ററിൽ പോയാലും ലൈക്ക് നിങ്ങൾ ഇങ്ങനെ സമയമില്ലാതെ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഊബറൊക്കെ ബുക്ക് ചെയ്ത് നിന്നിട്ട് അതിൽ ചേട്ടാ പോണം എന്ന് പറഞ്ഞ് കാല് പിടിച്ച് ഓടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെ അത്യാവശ്യം പോകേണ്ട സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ, പക്ഷെ അല്ലാതെ സമയത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകാൻ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളെ പിടിച്ചു നിർത്തി അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് പ്രശ്നമാവാം. തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്ത് പോകുമ്പോൾ ആളുകൾ വന്ന് എടുക്കുന്ന പോലെയല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾക്ക് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ആക്ച്വലി ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവണ പോലത്തെ കേസല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും അത് അതൊരു ആക്ടർ തന്നെ ആവണ്ട, ആരുടെയും ഒരു ഹ്യൂമൻ എന്ന നിലയ്ക്ക് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് ഒരാളുടെ. ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാവുന്നത് നിങ്ങളാണല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഫീൽ അതാണ് നിങ്ങളോട് ചോദിച്ചത്. അല്ല അല്ലാത്ത സിറ്റുവേഷൻസിലാണെങ്കിൽ ഹാപ്പി, അത് കുഴപ്പമൊന്നുമില്ല. അതൊന്നും നമുക്ക് നമ്മളങ്ങനെ വലിയ ബാധിക്കാത്ത കാര്യമാണ്, നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത കേസാണ്. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്കത് ഇത്തിരി മനുഷ്യത്വപരമായിട്ട് പെരുമാറണം തന്നെയാണ് അഭിപ്രായം. അതുപോലെ ഈ പ്രൊമോഷൻ സമയങ്ങളിലൊക്കെ ഏറ്റവും നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ DNA മൂവിയുടെ പ്രൊമോഷന് ഹന്ന രജിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആങ്കർ. ലൈക്ക് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നമുക്ക് പല രീതിയിൽ ചോദിക്കായിരുന്നു, പക്ഷെ ആളെ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാ? എന്റെ അടുത്ത് അങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടില്ല. ആ ചോദ്യം അവരുടെ അടുത്ത് ചോദിക്കണം എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതൊരിക്കലും ആ ഒരു സ്ത്രീയുടെ അടുത്ത് മാത്രമല്ല, അതൊരു ആക്ടറുടെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്തും അങ്ങനെ ചോദിക്കാൻ പാടാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇന്റർവ്യൂടെ നിങ്ങളുടെ അടുത്തായാലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതൊരു നിങ്ങൾക്കൊരു പെങ്ങളുണ്ടെങ്കിലോ അമ്മ ഉണ്ടെങ്കിലോ മനസ്സിലാവേണ്ട പോലത്തെ ഒരു കേസാണ്. ഔചിത്യം. ഇപ്പൊ ഹന്ന റജിയുടെ കൂടെ സിജുചേട്ടനായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നെ സിജുചേട്ടൻ പ്രതികരിക്കുന്നത്? ഏതൊരാൾ പ്രതികരിക്കുന്ന പോലെ തന്നെ ഇരിക്കും പ്രതികരിക്കുക. അതെ, അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. അല്ല, മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ നിന്ന് മാറിക്കളയാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിപ്പോ അവരുടെ ബോധമില്ല കൊണ്ട് ചിലപ്പോൾ അവര് ചോദിക്കുന്നു, നമ്മളെ ബോധം കൊണ്ട് അതിൽ നിന്ന് മാറി കൊണ്ട് പോയിക്കളയാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ അതിൽ കയറി തൂങ്ങാനും നിൽക്കലല്ലേ പരിപാടി. ഇപ്പൊ നടികർ മൂവിയുടെ OTT റിലീസ് അതെന്തുകൊണ്ടാണ് ചേട്ടാ വൈകുന്നത്? അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വൈകാതെ ഉണ്ടാവും. ജൂൺ 27 റിലീസ് ആകും. ഇങ്ങനെ ഒഫീഷ്യൽ പേജിൽ നമ്മളുടെ ആരും ഒഫീഷ്യൽ പേജിലല്ലല്ലോ വന്നത്. അല്ല, ഓക്കെ. ഒഫീഷ്യൽ പേജുകളിൽ വരും, എന്തായാലും വരും. പല മൂവീസും ഇപ്പം ഡയറക്ടറിനോട് ചോദിക്കുക, പണ്ടൊക്കെ നമുക്ക് ഈ തിയേറ്ററിൽ നിന്നുള്ള ലാഭമാണ് മെയിൻലി, പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോൾ ഈ OTT പ്ലാറ്റ്ഫോം, ഓവർസീസ് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നിർമ്മാതാക്കൾക്ക് കൂടുതൽ ബെനിഫിഷ്യറി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ച് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും തിരിച്ച് തിയേറ്ററുകളിലേക്ക് തന്നെ എല്ലാം എത്തി തുടങ്ങി. ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഇടയ്ക്ക് കുറച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മുന്നേ വരെയും OTTയെ ഡിപ്പെൻഡ് ചെയ്ത സിനിമകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും തിരിച്ച് തിയേറ്ററുകളിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയത് കൊണ്ട് സിനിമ എല്ലാം നല്ല രീതിയിൽ ഓടുന്നുണ്ട്, നല്ല വ്യത്യസ്തമായ സിനിമകൾ ഓടുന്നുമുണ്ട്. ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് വന്നു. തിയേറ്ററിൽ ഓടുന്ന സിനിമകളിലാണ് ഇപ്പോൾ OTTയിൽ പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അറിയുന്നത്. പല സിനിമകൾ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന പല സിനിമകളുണ്ട്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ ആണെങ്കിലും ബാന്ദ്ര, അങ്ങനെ കുറേ സിനിമകൾ നമ്മൾ കാത്തിരിപ്പുണ്ട്. അങ്ങനെ പക്ഷെ പല സിനിമകൾ OTTയിൽ വരാൻ ഒരുപാട് ലേറ്റ് ആവുന്നത് അതെന്തുകൊണ്ടായിരിക്കും? മനഃപൂർവ്വം ചില സിനിമകൾ OTT അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തിയേറ്ററിൽ ഓടുന്ന സിനിമകളാണ് ഇപ്പോൾ OTTക്കാർ എടുക്കുന്നത്. മുമ്പൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, OTTയിൽ ആദ്യമേ സെല്ല് ചെയ്ത് പോയിട്ട് പിന്നെ തിയേറ്ററിലേക്ക് വരുന്നത്. അതുകൊണ്ട് പല സംഘടനകൾ പല ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തിയേറ്ററിൽ ഓടിയാൽ മാത്രമേ
സിനിമ OTT-കാർ എടുക്കും എന്നുള്ള വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ സിനിമകളെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം പല സിനിമകളും ചിലപ്പോൾ ഡിലേ ആവുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, അവർക്ക് അവരുടേതായ പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. OTT ആദ്യം വരുന്ന സമയത്ത് ഈ പറയുന്ന അവർക്കൊരു പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു. അവർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കോണ്ടന്റ് കുറേ കോണ്ടന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും കുറച്ച് ചൂസ് ചെയ്യായി. അപ്പം നമുക്ക് എപ്പോഴും ഒരു പ്രൈമറി ഓപ്ഷനായിട്ട് തിയേറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. തിയേറ്ററിൽ സിനിമ നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇറക്കുന്ന സിനിമയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാവരും തിയേറ്ററിലേക്ക് ഫോക്കസ്ഡ് ആവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ തിയേറ്ററിൽ തന്നെ കാണും. തീർച്ചയായിട്ടും അതിന്റെ എക്സ്പീരിയൻസ് വേറെയല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ പല സിനിമകളും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം, അതുപോലെ ഗുരുവായൂരമ്പൽ നടയിൽ ഇതെല്ലാം തിയേറ്ററിൽ വൻ ഹിറ്റായിട്ട് OTT വരുമ്പോൾ ആളുകൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ഈ ചില സിനിമകൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി വാച്ച് അതാ പറഞ്ഞത്, തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിരിക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ OTT-ൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് പല ഡൈവേർഷൻസ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കോള് വരും, നമുക്ക് പോസ് ചെയ്ത് വയ്ക്കാം. ഈ പറയുന്ന പോലെ എൻ്റെ ഇടയിൽ ഭക്ഷണം എടുക്കാൻ പോകാം, അവിടെ എന്തെങ്കിലും വേറെ സംസാരം പോകാം. ഇത് മുറിയുന്നുണ്ട്, ഒരു ആസ്വാദന രീതി മുറിയുന്നുണ്ട്. അത് പലപ്പോഴും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ തിയേറ്ററിൽ വർക്കായ സാധനം OTT-ലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം തിയേറ്ററിൽ വിജയിച്ച് എല്ലാവരും കൈയടിച്ച സിനിമയല്ലേ പിന്നീട് മോശം പറയുന്നത്. നേരെ തിരിച്ചാലോചിച്ച് നോക്കി, ചിലപ്പോൾ തിയേറ്ററിൽ വിജയമാവാതെ പോയിട്ട് OTT-ൽ നിങ്ങളൊക്കെ ഗംഭീര അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമയ്ക്കോ ആ സിനിമയുടെ ടെക്നീഷ്യന്മാർക്കോ എന്തെങ്കിലും യൂസ് ഉണ്ടോ? അപ്പോൾ എപ്പോഴും സിനിമ തിയേറ്ററിൽ ഇങ്ങനെ വർക്കാവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. തിയേറ്റർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചർച്ചകൾക്ക് സ്പേസ് ഉണ്ടോ? തിയേറ്ററിൽ വർക്കാവാത്ത ചില സിനിമകൾ അതിന്റെ സീക്വൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആട് പോലുള്ള സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ വർക്കാണ്ട് സീക്വൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇടവേള ബാബുചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആൾക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ വന്ന സമയത്ത് വിഷമത്തോടെയാണ് പുള്ളി പറഞ്ഞത്. ആൾക്ക് കൂടെ നിൽക്കുന്ന ഉറപ്പുണ്ടായിരുന്നവർ പോലും അങ്ങനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു 25 വർഷത്തോളമായിട്ട് സജീവമായിട്ട് അമ്മയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളെ പോലുള്ള യൂത്ത് ആക്ടേഴ്സിനെ അറിയായിരിക്കുമല്ലോ, ആളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളും നമുക്ക് അറിയണം എന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആളിനെ കുറിച്ച് പറയാനായിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ അമ്മയില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യത്തിന് പുള്ളി അത്രയും കാര്യമായിട്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടി നിന്ന ആള് തന്നെയാണ്. അപ്പോൾ സൈബർ അറ്റാക്ക് വരുന്നതിനകത്ത് നമ്മൾക്ക് എന്ത് പറയാനാണ്? അതിപ്പോ സിനിമയെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. ആളുകൾക്ക് അഭിപ്രായങ്ങള് പല രീതിയിലുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. അതിൽ ഞങ്ങളിപ്പോ ആക്ച്വലി പറഞ്ഞുകൊണ്ടും പക്ഷെ എല്ലാവർക്കും അത് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അറിയാവുന്നതാണ്. എല്ലാവർക്കും അറിയാം, സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയിലുള്ളവർക്ക്. ഞാൻ ഈ CCL കളിക്കാൻ പോയപ്പോൾ അമ്മയായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് ഒരു CCL ക്രിക്കറ്റ് നടന്നിരുന്നത്. അപ്പോൾ ബാബുചേട്ടനായിരുന്നു കംപ്ലീറ്റ്. എനിക്ക് അങ്ങനെയാണ് ബാബുചേട്ടൻ. എല്ലാവർക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാവരും ആദ്യം വിളിക്കുന്നത് ചിലപ്പോൾ ബാബുചേട്ടനായിരുന്നു. ഹാൻഡിൽ ചെയ്യുന്ന ബാബുചേട്ടൻ രസമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സ്പീരിയൻസിന്റെ ആണ് അത്രയും നാളത്തെ. അതൊന്നും ഒരാൾക്ക് ചിലപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഈസി ആയിട്ട്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ആള് പറയുന്നുണ്ടായിരുന്നു കുറച്ച് യൂത്ത് ആക്ടേഴ്സ് ഒക്കെ അമ്മയിലോട്ട് വരാനായിട്ട് സജീവമാവാൻ മടിക്കുന്നുണ്ടെന്ന്. അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നിയിട്ടുണ്ടോ മടിക്കുന്നതായിട്ട്? അത് അറിയില്ല അതിനെപ്പറ്റി എങ്ങനെയാന്നുള്ളത്. എനിക്കങ്ങനെ മടിയൊന്നുമില്ല, പക്ഷെ അതിനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ സിനിമയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പുഷ്പക വിമാനം കണ്ണൂരായിരുന്നല്ലേ കംപ്ലീറ്റ് ഷൂട്ട്? അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ണൂർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടോ? ഇതിന്റെ നിർമ്മാതാക്കള് കണ്ണൂർ സൈഡിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ ലൊക്കേഷനിൽ തന്നെ വന്നത്. ഞങ്ങൾ ടെക്നീഷ്യൻസ് ആരും കണ്ണൂരിൽ നിന്നില്ല, മേക്കപ്പ് മാൻ മാത്രം കണ്ണൂരിൽ നിന്നുള്ളത്. ഈ കണ്ണൂർ മൂവി ചെയ്യുമ്പോഴത്തേക്ക് സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ അല്ല, ഈ പടത്തിൽ ഒരിക്കലും ഇത് കണ്ണൂർ മൂവി എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു സ്ഥലം എന്ന് പറയുന്നില്ല. സ്ലാങ്ങും അങ്ങനെ പിടിച്ചിട്ടില്ല. എവിടെയുള്ള ഒരാൾക്കും അതെ, നമുക്ക് കണ്ട് ആളുകൾ ഒരുപാട് കണ്ട് പരിചയമുള്ള ലൊക്കേഷനും നമുക്ക് വേണ്ട ഫ്രഷ് ആയിട്ടുള്ള ലൊക്കേഷൻസും നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് കൂടി സ്ഥലമല്ല സമയമാണ് അപ്പൊ എന്തായാലും 26-നാണ്, ജൂലൈ 26-നാണ് റിലീസ്. അപ്പോ റിലീസിന് മുമ്പായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുള്ളത്. എന്തായാലും പുതുമ സ്വീകരിക്കുന്ന പ്രേക്ഷകൻ, നല്ല സിനിമകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ പ്രേക്ഷകർ ഈ ഉറപ്പായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ ടീം വർക്കിൻ്റെ ഒരു പുതിയ സബ്ജക്റ്റിനെ സ്വീകരിക്കും. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഒരു സിനിമ തിയേറ്ററിൽ വർക്കാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈവൻ OTTയുടെ സംഭവമാണെന്നുണ്ടെങ്കിലും എല്ലാണെന്നുണ്ടെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ വന്ന് കണ്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കും അറിയാൻ പറ്റുള്ളൂ നമ്മൾ എടുത്തൊരു ട്രൈ അല്ലെങ്കിൽ എടുത്തൊരു സിനിമ എത്രത്തോളം ആൾക്കാർക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാക്കുക. അപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് വിലയിരുത്താന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.